ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം എക്സാം ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവർക്കും അറിയാം 2024 നമ്മുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊന്നും റെഫർ ചെയ്യാനില്ല. അപ്പോൾ ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിലും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ ക്ലാസ് 7 ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് എല്ലാ ചാപ്റ്ററിൻ്റെയും ഫുൾ ആക്ടിവിറ്റീസ് മലയാളം എക്സ്പ്ലനേഷൻ സഹിതം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് കൂടാതെ ബേസിക് സയൻസ്, മലയാളം, ഇംഗ്ലീഷ്, അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലി, ഹിന്ദി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ മോഡൽ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൊരു കോംപ്രിഹെൻഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പാസേജ് തന്നിട്ടുണ്ടാവും, അതിൽ തന്നെ ആൻസറും ഉണ്ടാവും. നമ്മൾ നല്ലവണ്ണം വായിച്ചിട്ട് അതിന് ഉത്തരം എഴുതുക. ചിലപ്പോൾ ഒരു പാസേജ് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ പോയമായിരിക്കും. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോയമാണ്. അത് നമ്മൾ പഠിച്ച തന്നെയാണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പോയം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലെറ്ററാണ്. പിന്നെ നമ്മൾ മൂന്നാമത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡയറി റൈറ്റിംഗ് ആണ്. പിന്നെ നാലാമത് ഒരു കോൺവെർസേഷൻ. പിന്നെ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. പിന്നെ ലാസ്റ്റ് വൺ എഡിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ നോക്കാം. ആക്ടിവിറ്റി 6 ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് കമ്പൽസറി, അത് കോംപ്രിഹെൻഷനാണ്. ബാക്കി നിങ്ങൾക്ക് ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം. Activity 1, Reading Comprehension. Read the following poem and answer the questions given below. ഇത് നമ്മൾ പഠിച്ച പോയിന്റ് തന്നെയാണ്. നമ്മളതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ ചാനലിൽ വിശദീകരിച്ച ഒരു വീഡിയോ ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുകയാണ്. അർത്ഥമൊന്നും പറയുന്നില്ല, ജസ്റ്റ് വായിക്കുകയാണ്. The sky is full of sun and stars. The universe is full of life. Among all this I have found a place, and in wonder and amazement I sing. The world is swayed by eternity's rushing tide, rising and falling. I have felt it stuck in my blood, racing through my veins, and in wonder and amazement I sing. While walking in the woodlands with my feet, I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gifts of gladness and joy are strewn all around, and in wonder and amazement I sing. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ ഫ്രം ദ പോയം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു അലിട്രേഷൻ എഴുതാനാണ്. അപ്പം ഇങ്ങനെ വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദ സ്കൈ ഈസ് ഫുൾ ഓഫ് സൺ ആൻഡ് സ്റ്റാർസ്. അപ്പോൾ ഇവിടെ സ്കൈ, അതിൽ എസ് റിപ്പീറ്റ് ചെയ്തു. സെയിം സൺ ആൻഡ് ദ സ്റ്റാർസ്. അപ്പോൾ ഇവിടെ എസ് 3 പ്രാവശ്യം വന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഫോമിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കൺസോണന്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈന്. അതായത് ഇവിടെ നോക്കൂ, ഇനീഷ്യൽ കൺസോണന്റ് എന്ന് പറയുന്നവിടെ എസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു. ഇങ്ങനെ സെയിം ലൈനിൽ തന്നെ ഇങ്ങനെ ഫസ്റ്റത്തെ അക്ഷരം റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോയം. ഇതിനൊരു നല്ലൊരു ടൈറ്റിൽ കൊടുക്കാനാണ്. ഓ ആൻഡ് വണ്ടർ അറ്റ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് എക്സിസ്റ്റൻസ്. അതെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ റിപ്പീറ്റേറ്റീവ് സ്ട്രക്ചർ ഇൻ ദ പോയം? എന്താണ് ഇതിൻ്റെ ഒരു റിപ്പീറ്റേറ്റീവ് സ്ട്രക്ചറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. The repetitive structure and in wonder and amazement I sing emphasize the poet's ongoing sense of marvel and gratitude towards nature. Fourth one, what is the central theme of the poem? എന്താണ് ഈ പോയമിൻ്റെ തീം? The central theme of the poem revolves around the poet and wonder at the beauty of nature and existence. ഇനി അടുത്ത പിക്ക് ആൻഡ് olfactory ഇമേജ് ഫ്രം ദ ഗിവൺ. ഈ പോയത്തിൽ നിന്ന് ഒരു ഇമേജ് കണ്ടുപിടിക്കാനാണ്. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്.
നമുക്ക് നോക്കാം. യു ഹാവ് റെഡ് ആൻഡ് എൻജോയ്ഡ് ദ സ്റ്റോറി എ ഡോൾസ് ജേർണി. There were numerous letters that Kafka wrote to the girl, pretending to be the doll. The girl has decided to write a reply to the doll. Prepare the likely letter. അപ്പോൾ നമ്മൾ ആ ഡോൾസ് ജേർണി എന്നുള്ള സ്റ്റോറിയൊക്കെ നല്ലവണ്ണം പഠിച്ചതാണല്ലേ. അപ്പോൾ അതിന് നമുക്കറിയാം കാഫ്ക ഒരുപാട് ലെറ്റേഴ്സ് ആ ഗേളിന് അയച്ചു, ആ പെൺകുട്ടിക്ക് അയച്ചു. എന്താണ് ആ ഡോൾ എഴുതുന്ന പോലെ കാഫ്ക എഴുതി കുട്ടിക്ക് ഒരുപാട് ലെറ്റേഴ്സ് അയച്ചു. ദ ഗേൾ ഹാസ് ഡിസൈഡഡ് ടു റൈറ്റ് എ റിപ്ലൈ ടു ദ ഡോൾ. അപ്പോൾ കുറേ ലെറ്റർ കിട്ടിയപ്പോൾ ഗേൾ വിചാരിച്ചു ഇതിനൊരു റിപ്ലൈ കൊടുക്കാമെന്നാ. അപ്പോൾ നമ്മളോട് പറഞ്ഞത് പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ. ആ ലെറ്റർ ഒന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലെറ്ററിൻ്റെ ഫോമാറ്റ് എല്ലാവർക്കും അറിയാം. ആദ്യം എന്ത് എഴുതണം? പ്ലേസ് എഴുതണം, ഡേറ്റ് എഴുതണം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസും ഡേറ്റൊക്കെ എഴുതാം. പിന്നെ നമുക്കൊരു സല്യൂട്ടേഷൻ വേണം, ഒരു അഭിസംബോധന വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിയർ ഡോൾ, ഐ വാസ് സോ ത്രിൽഡ് ടു റിസീവ് യുവർ ലെറ്റേഴ്സ്. നിൻ്റെ ലെറ്റേഴ്സൊക്കെ എനിക്ക് വളരെ ത്രില്ലിംഗ് ആയിരുന്നു. ഐ കുഡിൻറ്റ് ബിലീവ് ദാറ്റ് യു വർ റൈറ്റിംഗ് ടു മീ ഫ്രം ഓൾ ദ അമേസിങ് പ്ലേസസ് യു ഹാവ് ബീൻ. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല നീ പോയ നല്ല സുന്ദരമായ വണ്ടർഫുള്ളായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഈ ലെറ്റർ എഴുതുന്നു എന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഐ കുഡിൻറ്റ് ബിലീവ് ദാറ്റ് യു വർ റൈറ്റിംഗ് ടു മീ ഫ്രം ഓൾ ദ അമേസിങ് പ്ലേസസ് യു ഹാവ് ബീൻ. നീയുള്ള സ്ഥലത്ത് നോക്കാം, അമേസിങ് പ്ലേസസ് യു ഹാവ് ബീൻ. ഓക്കെ, ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് റൈറ്റ് ദർ വിത്ത് യു ഓൺ യുവർ അഡ്വെഞ്ചേഴ്സ്. അപ്പോൾ നിൻ്റെ ലെറ്റർ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ എന്താണ്? ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് റൈറ്റ് ദർ. ഞാൻ അവിടെ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് റൈറ്റ് ദർ വിത്ത് യു ഓൺ യുവർ അഡ്വെഞ്ചേഴ്സ്. നിൻ്റെ ഈ സാഹസിക യാത്രയിലൊക്കെ നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നൊരു തോന്നലാണ് നിൻ്റെ ലെറ്റേഴ്സ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. I am so glad you are having a wonderful time traveling and meeting new people. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ് സന്തോഷം? യു ആർ ഹാവിങ് എ വണ്ടർഫുൾ ടൈം. നിനക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു സമയമാണ് ഇപ്പോൾ നിനക്കുള്ളത് എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ ആം സോ ഗ്ലാഡ് യു ആർ ഹാവിങ് എ വണ്ടർഫുൾ ടൈം ട്രാവലിംഗ് ആൻഡ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ. നീ പുതിയ പുതിയ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാണ്. ഇതൊക്കെ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്നു. ഐ ഹാവ് മിസ്ഡ് യു സോ മച്ച് സിൻസ് യു ലെഫ്റ്റ്. നീ പോയതിൽ പിന്നെ എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഐ ഹാവ് മിസ്ഡ് യു സോ മച്ച് സിൻസ് യു ലെഫ്റ്റ്. ബട്ട് നോയിങ് യു ആർ ഹാപ്പി മേക്സ് മീ ഹാപ്പി ടു. പക്ഷേ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നീ ഹാപ്പി ആണെന്നറിയുമ്പോൾ ഞാനും ഹാപ്പിയാണ്. പ്ലീസ് കീപ്പ് റൈറ്റിംഗ് ടു മീ ആൻഡ് ടെല്ലിങ് മീ ഓൾ അബൌട്ട് യുവർ ജേർണി. നീ എനിക്ക് ലെറ്റർ എഴുതിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് നിൻ്റെ ജേർണിയെ പറ്റി, യാത്രകളെ കുറിച്ചും എനിക്ക് എഴുതണം. ഐ കാൺട്ട് വെയിറ്റ് ടു ഹിയർ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. എന്താണ് നീ അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്യാൻ വയ്യ. വിത്ത് ലവ് ആൻഡ് ഹഗ്സ് ദ ഗേൾ. ഓക്കെ, ഒന്നുകൂടി വായിച്ച് നോക്കാം. ആദ്യം പ്ലേസ് വേണം, ഡേറ്റ് വേണം, പിന്നെ സല്യൂട്ടേഷൻ നിർബന്ധമാണ്. I was so thrilled to receive your letters. I couldn't believe that you were writing to me from all the amazing places you have been. I felt like I was right there with you on your adventures. I am so glad you are having a wonderful time traveling and meeting new people. I have missed you so much since you left, but now you are happy makes me happy too. Please keep writing to me and telling me all about your journey. I can't wait to hear what happens next. With love and hugs, the girl. Next നമ്മുടെ ആക്ടിവിറ്റി 3 ആണ്. ദ ഗേൾ റിസീവ്ഡ് എ ലെറ്റർ ഫ്രം ഡോൾ. ഡോളിൽ നിന്ന് ലെറ്റർ കിട്ടി. ഷീ ഈസ് വെരി എക്സൈറ്റഡ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഷീ റോട്ട് എ ഡയറി, പ്രിപ്പയർ ഡയറി. അപ്പോൾ അവളൊരു അന്നത്തെ ദിവസം എന്തെഴുതി? ഡയറി എഴുതി. അത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ലെറ്ററിന് ഫോർമാറ്റ് ഉള്ള പോലെ നമുക്ക് ഡയറിക്കും ഫോർമാറ്റ് ഉണ്ട്. എങ്ങനെയാണ്? നമ്മൾ നിർബന്ധമായിട്ടും ഡേറ്റ് എഴുതിയിരിക്കണം. August 20 Monday 9 PM നമ്മളത് എഴുതിയിരിക്കണം. ടുഡേ ഐ ഗോട്ട് ദ ബെസ്റ്റ് സർപ്രൈസ് എവർ. ഇന്ന് എനിക്ക് വളരെ
വളരെ ഒരു വലിയ സർപ്രൈസാണ് എനിക്ക് കിട്ടിയത്. ടുഡേ ഐ ഗോട്ട് ദ ബെസ്റ്റ് സർപ്രൈസ് എവർ. ഇതുവരെ കിട്ടാത്തൊരു സർപ്രൈസാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. ഐ റിസീവ്ഡ് എ ലെറ്റർ ഫ്രം മൈ ഡോൾ. എൻ്റെ ഡോളിൻ്റെ അടുത്ത് നിന്ന് എനിക്കൊരു ലെറ്റർ കിട്ടി. ഐ വാസ് സോ എക്സൈറ്റഡ്. ഐ മിസ് ഹർ സോ മച്ച് ബട്ട് ഹർ ലെറ്റർ മെയ്ഡ് മീ ഫീൽ ബെറ്റർ. ഐ ആം ഗ്ലാഡ് ഷീ ഈസ് ഹാപ്പി ആൻഡ് ഹാവിങ് ഫൺ. എനിക്ക് സന്തോഷമാണുള്ളത്, അവൾക്ക് ഹാപ്പിയാണ്, അവൾ ഒരുപാട് ഫണ്ണ് അവൾക്കുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ എനിക്ക് അവൾ സന്തോഷവതിയായിരിക്കുന്നു എന്നറിഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഐ കാൺ വെയിറ്റ് ടു ഹിയർ മോർ അബൌട്ട് ഹർ ട്രാവൽസ് ആൻഡ് സീ ഹർ അഗെയിൻ സൂൺ. ഐ ലവ് മൈ ഡോൾ സോ മച്ച് ആൻഡ് ഐ ആം സോ ലക്കി ടു ഹാവ് ആസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഡയറിയിൽ നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ നിങ്ങളിത് മോഡൽ വായിച്ച് നോക്കി നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ നിങ്ങൾ എഴുതുക. അപ്പം മറക്കരുത്, നമ്മൾ ഓഗസ്റ്റ് 20 അല്ലെങ്കിൽ ഡേറ്റും ആ ദിവസത്തിൻ്റെ പേരും പിന്നെ പറ്റുമെങ്കിൽ സമയവും എഴുതുക. ടുഡേ ഐ ഗോട്ട് ദ ബെസ്റ്റ് സർപ്രൈസ് എവർ. ഐ റിസീവ്ഡ് എ ലെറ്റർ ഫ്രം മൈ ഡോൾ. ഐ വാസ് സോ എക്സൈറ്റഡ്. ഐ മിസ് ഹർ സോ മച്ച് ബട്ട് ഹർ ലെറ്റർ മെയ്ഡ് മീ ഫീൽ ബെറ്റർ. ഐ ആം ഗ്ലാഡ് ഷീ ഈസ് ഹാപ്പി ആൻഡ് ഹാവിങ് ഫൺ. ഐ കാൺ വെയിറ്റ് ടു ഹിയർ മോർ അബൌട്ട് ഹർ ട്രാവൽസ് and see her again soon. I love my doll so much and I am so lucky to have her as my best friend. ഇനി അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. എന്താണ്? ഒരു കോൺവെർസേഷനാണ്, ഒരു ചെറിയ കോൺവെർസേഷനാണ്. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിനിലെ പാർക്കിലൂടെ ആര് നടന്നു പോവുകയായിരുന്നു? കാഫ്ക നടന്നു പോവുകയായിരുന്നു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈം ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അപ്പോൾ ഒരു കുട്ടിയെ മീറ്റ് ചെയ്തു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കരയുന്നത്? അവളുടെ പാവ ഡോള് നഷ്ടപ്പെട്ടു. കാഫ്ക കംഫർട്ടഡ് ദ ലിറ്റിൽ ഗേൾ ഹു വാസ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രെസ്. അവളെന്ന് വളരെയധികം ഡിപ്രഷനിലായിരുന്നു. ഈ ഡോളിനെ നഷ്ടപ്പെട്ട ഭയങ്കര സങ്കടകരമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഹിയർ ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് ദെയർ കൺവേഴ്സേഷൻ. ക്യാൻ യു കംപ്ലീറ്റ് ഇറ്റ്? അപ്പോൾ ഒരു ചെറിയ പാർട്ട് കോൺവെർസേഷൻ നിങ്ങളോട് എഴുതാനാണ്. അപ്പോൾ കാഫ്ക, ഹലോ ലിറ്റിൽ വൺ, ഐ നോട്ടീസ് യു സീം സാഡ്, വാട്ട് ഈസ് റോങ്? ഹലോ, നീ എന്താണ് വളരെയധികം ദുഃഖത്തിലിരിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? മൈ ഡോൾ ഈസ് ഗോൺ, ഐ മിസ് ഹർ സോ മച്ച്. എൻ്റെ പാവ പോയി, എനിക്ക് അവളെ വളരെ മിസ് ചെയ്യുന്നു. ഐ സീ, വെൻ ഡിഡ് യു ലാസ്റ്റ് സീ ഹെർ? നീ എപ്പോഴാണ് അതിനെ ലാസ്റ്റ് കണ്ടത്? ഗേൾ, യെസ്റ്റർഡേ ഐ ലെഫ്റ്റ് ഹെർ ഓൺ ദ ബെഞ്ച് ആൻഡ് വെൻ ഐ കെയിം ബാക്ക് ഷീ വാസ് ഗോൺ. ഇന്നലെ ഞാൻ ഈ ബെഞ്ചിൽ വെച്ച് പോയതായിരുന്നു, പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ അവളെ കാണാനില്ല. കാഫ്ക, ഡോൺ വെറി, വി വിൽ ഫൈൻഡ് ഹെർ. നീ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ഓ റിയലി, യു വുഡ് ഡു ദാറ്റ് ഫോർ മീ? താങ്കൾ എനിക്ക് വേണ്ടി അത് ചെയ്യുമോ? കാഫ്ക, ഓഫ് കോഴ്സ് മൈ ഡിയർ, ഐ വാണ്ട് ടു ഹെൽപ്പ്. എനിക്ക് നിന്നെ സഹായിക്കണം. അപ്പം ഗേൾ പറയാ താങ്ക് യു. അപ്പം കാഫ്ക പറയാം ദാറ്റ് വുഡ് മേക്ക് മീ ഹാപ്പി. എനിക്കും വളരെ സന്തോഷമുണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ചെറിയ കോൺവെർസേഷനാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ക്യാരക്ടർ സ്കെച്ചാണ്. ആരുടെ ക്യാരക്ടർ സ്കെച്ചാണ്? നമ്മുടെ റിക്കിയുടെ ആണല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഡു യു ഫെമിലിയർ വിത്ത് ദ ക്യാരക്ടർ റിക്കി ഇൻ ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് വൈറസ്? ക്യാൻ യു റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റിക്കി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഹിൻസ്? അവനെക്കുറിച്ച് ഹിൻസൊക്കെ തന്നിട്ടുണ്ട്. കെയർലെസ് ആണ്, അൺടൈഡി ആണ്, യങ് ബോയ് ആണ്, ത്രൂ ഹിസ് ബിലോങ്സ് എവരിവർ എന്നൊക്കെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കണം. അപ്പോൾ റിക്കി ഈസ് എ യങ് ബോയ് ഓഫ് 11 വയസ്സുള്ള 11 വയസ്സുള്ളൊരു ചെറിയ കുട്ടിയാണ്. ഇ വാസ് ഇനീഷ്യലി കെയർലെസ് ആൻഡ് അൺടൈഡ്. അവൻ ആദ്യത്തിൽ എന്താണ് വളരെ ശ്രദ്ധയില്ലാത്ത, ഒരു വൃത്തി ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു, അടുക്കും ചിട്ടിയും ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ഹി വാസ് ലേസി, മടിയനായിരുന്നു. ആൻഡ് അൺഹെൽപ്ഫുൾ അറൗണ്ട് ദ ഹൗസ്. വീട്ടിലൊന്നും വലിയ തരത്തിൽ സഹായിക്കില്ലായിരുന്നു. ഹി വാസ് സെൽഫിഷ് ആൻഡ് കംപ്ലൈനിങ്. ഹി വാസ് ഡിസ്ഓർഗനൈസ്ഡ് ആൻഡ് സ്ലോപ്പി ഇൻ ഹിസ് ഹാബിറ്റ്. ദ റോബോട്ട്സ് അറൈവൽ ഫോഴ്സ്ഡ് ഹിം ടു കൺഫ്രണ്ട് ഹിസ് ഫ്ലോസ്. ഹി ബിഗാൻ ടു സീ ദ വാല്യൂ ഇൻ ബീയിങ് ഓർഗനൈസ്ഡ് ആൻഡ് ടൈഡി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവന് ഓർഗനൈസ് ആയിട്ട് ഒരു കാര്യം വെക്കൂല, മടിയനാണ് എങ്കിൽ കൂടിയും റോബോട്ടിൻ്റെ അറിവിലോട് കൂടി അവനാകെ മാറുകയാണ്. റിക്കി സ്റ്റാർട്ടഡ് ടേക്കിംഗ് responsibility for his actions. He developed empathy for robots' intention. He learned to appreciate the importance of efficiency. Ricky started taking better care of his possessions. He aspired to become a maximum efficiency boy. അപ്പം നമ്മൾ സ്റ്റോറിയുടെ ആദ്യത്തെ കണ്ട ആളല്ല റിക്കി ആദ്യം ഒരു ലേസി അൺടൈഡി ഒരു ബോയ് ആണെങ്കിൽ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? അവന് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ് ആകാൻ അവന് ശ്രമിക്കുകയാണ്.
ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് എഡിറ്റ് ദ വേർഡ് അണ്ടർലൈൻഡ്. റിക്കി ലിവ് റിക്കി ലീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ലിവ് ആണ് അണ്ടർലൈൻ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ലിവ്ഡ് എന്ന് എഴുതാം. നമുക്ക് ലിവ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിൽ എഴുതണം അല്ലേ, ലിവ്ഡ്. അതേപോലെ തന്നെ ഹൗസിനെ നമുക്ക് പറയുമ്പോൾ റിലേറ്റീവ് പ്രോണൗൺ ഹൂ ആണോ. ഹൂ എന്ന് പറയുന്നത് നമ്മൾ ഒരു പേഴ്സണെ സൂചിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ റിലേറ്റീവായിട്ട് എന്താ ഉപയോഗിക്കുക, വിച്ചാണ് ഉപയോഗിക്കുക. വിച്ച് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. ഇവിടെയൊക്കെ ശരിയാണ്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹെർ എന്നല്ല, ഹാബിറ്റ് ഇൻ ഹിസ് ഹാബിറ്റ്സ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് നല്ലവണ്ണം വായിച്ച് നോക്കുക. വായിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു മോഡൽ ആൻസറൊക്കെ നിങ്ങൾ തന്നെ സ്വയം എഴുതാൻ ശ്രമിക്കുക. അതിനാണ് ഒരുപാട് പാറ്റേൺസ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസിലും ഒരുപാട് ലെറ്ററും അതേപോലെ കോൺവെർസേഷനും ഡയറി റൈറ്റിങ്ങും അങ്ങനെ കുറേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതേപോലെ തന്നെ 7ാം ക്ലാസ്സിൽ നിങ്ങളെ കൂട്ടുകാരുണ്ടാവുമല്ലോ, കൂട്ടുകാർക്ക് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.